ഇനി നമുക്ക് 32ാമത്തെ ശ്ലോകം നോക്കാം. ഗോപാസ്തദ്രോധനായാസമൗഖ്യലജ്ജോരുമന്യുന ദുർഗാധ്വകൃച്ഛ്രദോഭ്യേത്യ ഗോവത്സൈർദൃശുസുതാൻ. ഗോപ, അവിടെ കുറച്ചധികം വാക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ചെറിയ ചെറിയ വാക്കുകളായിട്ട് അർത്ഥമൊന്നൊന്ന് വിചാരം ചെയ്യാം. ഗോപ എന്ന് പറഞ്ഞാൽ ഗോപന്മാർ. തദ്രോധനായാസം, അതിനെ രോധിക്കുവാൻ അഥവാ തടുക്കുവാൻ ചെയ്ത ആ പരിശ്രമം ഔഖ്യലജ്ജോരുമന്യുന, അത് വ്യർത്ഥമായി പോയതുകൊണ്ടുള്ള ലജ്ജയോടും അതേപോലെ തന്നെ കോപത്തോടും കൂടിയിട്ട് ദുർഗാധ്വകൃച്ഛ്രദോഭ്യേത്യ, ദുർഘടമായ വഴിയിൽ കൂടി. ഇവിടെ രണ്ട് വാക്കുകളുണ്ട്, ദുർഗാധ്വകൃച്ഛ്രദഃ അഭ്യേത്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ദുർഗാധ്വകൃച്ഛ്രദ എന്ന് പറഞ്ഞാൽ ദുർഘടമായ വഴിയിൽ കൂടി. അഭ്യേത്യ എന്ന് പറഞ്ഞാൽ അതുവഴി പോയിട്ട് പ്രാപിച്ചിട്ട്. ഗോവത്സൈർ ദദൃശു, ഗോവത്സഹി ദദൃശു, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗോവത്സൈർ ദദൃശു. ഗോവത്സൈ, പശുക്കളുടെ കുട്ടികളെ, ആ പശുക്കുട്ടികളോട് കൂടിയിട്ട്. ദദൃശു എന്ന് പറഞ്ഞാൽ കണ്ടു. സുതാൻ, പുത്രന്മാരെ, അതായത് ഈ പശുക്കളെയൊക്കെ പരിപാലിക്കുന്ന ഗോപന്മാർ നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഈ പശുക്കുട്ടികളായി രൂപം പൂണ്ടുവന്ന പരബ്രഹ്മസ്വരൂപത്തെ, പരബ്രഹ്മമൂർത്തിയെ, പശുക്കളായി രൂപം കൊണ്ടുവന്നിരിക്കുന്ന പരബ്രഹ്മമൂർത്തി അതിനെ എത്രമാത്രം സ്നേഹവാത്സല്യങ്ങളോടുകൂടി ലാളിക്കുന്നതാണ് അല്ലേ. അപ്പോഴും നമുക്കറിയാം, സാധാരണ ആദ്യത്തെ പശുക്കുട്ടി ഉണ്ടായിക്കഴിയുമ്പോൾ അതിനോട് വലിയൊരു സ്നേഹമാവും. എന്നാൽ അത് വളർന്നു കഴിഞ്ഞ് അടുത്ത പശുക്കുട്ടി ആവുമ്പോൾ പിന്നെ ചെറിയ പശുക്കുട്ടിയോട് മാത്രമായിരിക്കും ആ ഒരു വാത്സല്യം ഉണ്ടാവുക. ഇങ്ങനെ പാലൂട്ടുക ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്യുന്നത് ചെറിയ പശുക്കുട്ടികളോടായിരിക്കും. പിന്നെ അടുത്തത് വരുമ്പം രണ്ടാമത്തേതും അതിന് പാൽ കൊടുക്കില്ല, ഏറ്റവും ചെറിയ പശുക്കുട്ടിക്കായിരിക്കും പാൽ കൊടുക്കുക തുടങ്ങിയുള്ള ഇതാണ് സാധാരണമായി നാട്ടു നടപ്പ്. ഇവിടെ പക്ഷേ ഈ പശുക്കുട്ടികൾ കുറേ പ്രായമായ തങ്ങളുടെ സന്തതികൾക്കും പാൽ കൂട്ടുന്നതൊക്കെ, അല്ലെങ്കിൽ ആ കിടാക്കളെ കാണുമ്പോഴും പശുക്കൾക്ക് പാൽ ചുരത്തുന്നത് കാണുമ്പോൾ എന്നിട്ട് അവയെ കുടിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ ഈ ഗോപന്മാർ വന്ന് അവയെ തടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയുമില്ല. എപ്പോഴും ഇവർക്കിങ്ങനെ ഈ ഗോപബാലന്മാർക്കാണെങ്കിലും പശുക്കുട്ടികൾക്കാണെങ്കിലും പശുക്കൾക്കാണെങ്കിലും എപ്പോഴും ആ ഒരു സംഗമം അല്ലാതെ കൊതിക്കുന്നതായിട്ട് തോന്നിയിരുന്നു. അങ്ങനെ ഇവരെയൊക്കെ തടുക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും അതൊന്നും ഫലിച്ചില്ല. അതുകൊണ്ട് ഈ ഗോപന്മാർക്കൊക്കെ വല്ലാത്ത സങ്കടവും അതുമൂലം തന്നെ ദേഷ്യവും, അതായത് തങ്ങൾ ചെയ്യുന്ന ഈ ഇങ്ങനെയുള്ള പരിശ്രമങ്ങളൊക്കെ വിഫലമായി പോകുന്നതിലുള്ള ലജ്ജയും ദേഷ്യവും ഒക്കെ ഈ ഗോപന്മാരിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഈ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വളരെ ദുർഘടമായ വഴികളിലൂടെ അവരിവിടെ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ പശുക്കളുടെ കൂടെ നിൽക്കുന്നു തന്നെയല്ല, തങ്ങളുടെയൊക്കെ ഉണ്ണികളും ഈ പശുക്കുട്ടികളുടെയും പശുവിൻ്റെയും കൂടെ വന്ന് നിൽക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ദുർഘടമായ വഴികളിലൂടെയൊക്കെ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ ഗോപന്മാർ കാണുന്ന പശുക്കുട്ടികളെ മാത്രമല്ല, പശുക്കളോടൊപ്പം നിൽക്കുന്ന തങ്ങളുടെ പുത്രന്മാരെ കൂടിയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗോപാസ്തദ്രോധനായാസമൗഖ്യലജ്ജോരുമന്യുന ദുർഗാധ്വകൃച്ഛ്രദോഭ്യേത്യ ഗോവത്സൈർദൃശുസുതാൻ. ഇവിടെ
വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു പാദം മുഴുവനും ചേർത്ത് വായിക്കേണ്ടതാണ്. ഗോപാസ്തദ്രോധനായാസമൗഖ്യ ലജ്ജോരുമന്യുന. അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അടുത്ത രണ്ടാമത്തെ പാദത്തിലേക്ക് വരുമ്പോൾ ദുർഗാധ്വകൃച്ഛ്രദോഭ്യേത്യ അതത്രയും തന്നെയും ചേർത്ത് വായിക്കേണ്ടതാണ്. അതുപോലെ ഗോവത്സേർ ദദൃശു, അവിടെ വിസർഗവുമുണ്ട്, തന്നെയല്ല കൂട്ടക്ഷരവുമാണ്. അതും ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. ഇനി അടുത്തത് 33-ാമത്തെ ശ്ലോകമാണ്. തദീക്ഷണോത്പ്രേമരസാപ്ലുതാശയാ ജാതാനുരാഗാഗതമന്യവോർഭകാൻ ഉദുഹ്യ ദോർഭിഃ പരിരഭ്യ മൂർധനി ഘ്രാണൈരവാപുഃ പരമാമുദം തേ. തദീക്ഷണോത്പ്രേമരസാപ്ലുതാശയ. തദ ഈക്ഷണം, അവരുടെ ഈ ഒരു ഈക്ഷണം കണ്ടിട്ട്, ആ ഒരു കാഴ്ച കണ്ടിട്ട്, ഇവരുടെ ആ ഒരു സദാസമയം കൂടെ നിൽക്കുന്ന ആ ഒരു ഇത് കണ്ടിട്ട്, തദീക്ഷണോത്പ്രേമരസ, തൻ്റെ ഉള്ളിൽ ഉദ്ഗതമായ ഉണ്ടായതായിട്ടുള്ള ആ ഒരു പ്രേമരസത്താൽ ആപ്ലുതാശയ, ആപ്ലുതമായ ആശയത്തോടു കൂടിയവരായി, ജാതാനുരാഗ ഗതമന്യവോർഭകാൻ, ജാത അനുരാഗ, ഉണ്ടായ അനുരാഗത്തോടു കൂടിയവരായി, ഗതമന്യവോർഭകാൻ, ഗതമന്യവഹ അർഭകാൻ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗതമന്യവോർഭകാൻ. ഗതമന്യവ, ക്രോധമെല്ലാം ശമിച്ചവരായിട്ട്, അർഭകാൻ, കുട്ടികളെ, ഉദുഹ്യ ദോർഭി പരിരഭ്യ മൂർധനി. ഉദുഹ്യ എന്ന് പറഞ്ഞാൽ ഉദ്വഹിച്ചിട്ട് വാരിയെടുത്തിട്ട്, ദോർഭി കൈകൾ കൊണ്ട്, പരിരഭ്യ ആലിംഗനം ചെയ്തിട്ട്, മൂർധനി മൂർധാവിൽ, ഘ്രാണൈരവാപു പരമാമുദം തേ, ഘ്രാണൈഹി അവാപു, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഘ്രാണൈരവാപു. ഘ്രാണൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗന്ധം കൊണ്ട്, ഘ്രാണങ്ങളെ കൊണ്ട്, അവാപു എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു, പരമാമുദം തേ, പരമമായ ഉത്കൃഷ്ടമായിട്ടുള്ള മുദം, സന്തോഷത്തെ, ഒരു ആനന്ദത്തെ അവർ പ്രാപിച്ചു. തേ എന്നാൽ അവർ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ പശുക്കളുടെ അരികത്ത് കുട്ടികളൊക്കെ ഈ പശുക്കുട്ടികളൊക്കെ എപ്പോഴും വന്ന് പശുവിൻ്റെ അകട്ടിൽ നിന്ന് പാല് കുടിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഇവർ ഈ ഒരു പശുക്കളെ വളർത്തലും അതിൽ നിന്നുള്ള ആദായവും കൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഗോപന്മാർക്കൊക്കെ വളരെയധികം കോപമുണ്ടാകുന്നുണ്ട്. ഈ പശുക്കുട്ടികളെയും പശുക്കളെയൊക്കെ പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോഴും അതിന് കഴിയാതെ അതിൻ്റെ ഒരു ലജ്ജയും കോപവും ഒക്കെയായിട്ട് ഇരിക്കുകയായിരുന്നു ഇവർ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വീണ്ടും ഇതിനെ മേയ്ക്കാൻ കൊണ്ടുപോയില്ലോ കുട്ടികളൊക്കെ, എന്തായാലും ഒന്ന് നോക്കിയേക്കാം എന്ന് കരുതി ഈ ഗോപന്മാർ ഈ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെ താണ്ടി ഇവിടെ വരുമ്പോൾ എന്താ കാണുന്നത്? പശുക്കളുടെ അടുത്ത് പശുക്കുട്ടികളും ഉണ്ട്, തങ്ങളുടെ ഉണ്ണികളും നിൽപ്പുണ്ട്. അതായത് ഉണ്ണികളും ആനന്ദം അനുഭവിക്കുന്നു, പശുക്കുട്ടികളും ആനന്ദം അനുഭവിക്കുന്നു, ഈ പശുക്കളും ആനന്ദം അനുഭവിച്ച് അങ്ങനെ ആനന്ദലഹരിയിൽ ആറാടി നിൽക്കുന്ന 3 പേരെയുമാണ് കാണുവാൻ കഴിഞ്ഞത്. ഇവിടെ ഈ ഗോപന്മാരൊക്കെ ഓടി വരുന്നത് തങ്ങളുടെ ഉള്ളിലെ ആ വർദ്ധിച്ച കോപം നിമിത്തമാണ് ഈ ഓടി വരുന്നത്. എന്താ ഇനി അവിടെയും പോയിട്ട് പശുക്കുട്ടികൾ പാല് കുടിക്കുകയാവുമോ എന്ന് നോക്കാനായിട്ടാണ് ഗോപന്മാർ ഓടി വന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നു, പരബ്രഹ്മസ്വരൂപം തന്നെ ഇവരുടെയൊക്കെ ഉണ്ണികളായി വന്ന് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദം, ആനന്ദമൊക്കെയാണ് തങ്ങളുടെ കുട്ടികളെ കാണുമ്പോൾ. ഇവിടെ ഈ ഗോപന്മാർ ഓടി വരുമ്പോൾ
തങ്ങളുടെ കുട്ടികളെ കണ്ടതും അവരുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ആനന്ദവും ആഹ്ലാദവും ഒക്കെ ഓടി അരികത്ത് വന്നിട്ട് 2 കൈകളും കൊണ്ട് തങ്ങളുടെ ഉണ്ണികളെ വാരിയെടുത്തിട്ട് മൂർധാവിൽ ചുംബിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് എത്ര കോപത്തോടു കൂടി ഓടി വന്നിട്ടും ആനന്ദം പ്രദാനം ചെയ്യുന്ന, ആനന്ദം തന്നെ സ്വരൂപമായിട്ടുള്ള തങ്ങളുടെ ഉണ്ണികളുടെ അടുത്തേക്ക് വന്നപ്പോൾ എല്ലാ കോപവും പോയിട്ട് എല്ലാ ലജ്ജയും നശിച്ച് അവരുമൊക്കെ ആ പരമാനന്ദ അനുഭവത്തിൻ്റെ ഭാഗമായി ചേരുന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ കോപവും ദേഷ്യവും ഒക്കെ കൊണ്ട് നടന്നാലും, അല്ല ദുഃഖങ്ങളായിക്കോട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള വൃത്തികളിലൂടെ കടന്നു പോകുന്നവരാണ്, കർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഫലവും വ്യത്യസ്തങ്ങളായിരിക്കാം. സുഖമുണ്ടാകാം, ദുഃഖമുണ്ടാകാം, സങ്കടമുണ്ടാകാം, മാനാപമാനങ്ങൾ ഉണ്ടാകാം, കോപമുണ്ടാകാം. പക്ഷെ ഇതെന്തെല്ലാം ഭാവങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇവിടെ വന്നാലും ഭഗവാനിലേക്ക് മനസ്സർപ്പിച്ച് ഒരു നിമിഷം ഒന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മതിയാകും. എല്ലാ വികാരങ്ങളും അസ്തമിക്കുന്നത് നമുക്ക് കാണാം. മഞ്ഞുപോലെ ഉരുകിപ്പോകുന്ന നമുക്ക് കാണാം ആ സന്നിധിയിൽ. അപ്പോൾ ആ രൂപത്തെ നേരിട്ട് കാണുന്ന ആ ഗോപന്മാർക്കാകട്ടെ അവർക്കുണ്ടായ ഒരു ആനന്ദലഹരി അതെങ്ങനെയാണ് വർണ്ണിക്കാൻ കഴിയുക? അങ്ങനെ ഗോപബാലന്മാരോടും പശുക്കളോടും പശുക്കുട്ടികളോടും ചേർന്ന് ഈ ഗോപന്മാരും ആ ഒരു കേവലാനന്ദ സ്വരൂപത്തെ അനുഭവിച്ച് അതിൽ മയങ്ങി അങ്ങനെ നിന്നുപോയി. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദീക്ഷണോത്പ്രേമരസാപ്ലുതാശയ ജാതാനുരാഗഗതമന്യവോർഭകാൻ ഉദുഹ്യദോർഭിഃ പരിരഭ്യമൂർധനി ഘ്രാണൈരവാപുഃ പരമാമുദം തേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യത്തെ ഒരു വരി മുഴുവനും അങ്ങനെ തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. തദീക്ഷണോത്പ്രേമരസാപ്ലുതാശയ. അവിടെ പ്രേമരസ ആപ്ലുതാശയാണ് ആകാരം നീട്ടിയെടുക്കുക. അതുപോലെ ജാത അനുരാഗമാണ് പദം പിരിക്കേണ്ട, ചേർത്ത് വായിക്കുക. അതുപോലെയാണ് ഗതമന്യവോർഭകാൻ. പിന്നെ അടുത്തത് ദോർഭി ഘ്രാണൈരവാപു, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ഘ്രാണൈരവാപു, രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഘ്രാണൈ അവാപു ആണ്. ഇനി അടുത്തത് 34-ാമത്തെ ശ്ലോകമാണ്. തതഃ പ്രവയസോ ഗോപാസ്തോകാശ്ലേഷസു നിർവൃതാ കൃച്ഛ്രാച്ഛനൈരപഗതാസ്തദനുസ്മൃത്യുദശ്രവ. തതഃ പ്രവയസോ ഗോപാസ്തോകാശ്ലേഷസു നിർവൃതാ. തതഃ അനന്തരം, അവിടെ നിന്ന് പ്രവയസ അധികം പ്രായം ചെന്നതായിട്ടുള്ള ഗോപ, അവിടെ നമുക്ക് കുറച്ചധികം വാക്കുകളുണ്ട്. ഗോപാസ്തോകാശ്ലേഷ സുനിർവൃത, ഗോപ തോകാശ്ലേഷ സുനിർവൃത. ഗോപ എന്ന് പറഞ്ഞാൽ ഗോപന്മാർ, കുറച്ച് പ്രായമായ ഗോപന്മാർ. തോക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ബാലകന്മാരെ. ആശ്ലേഷ സുനിർവൃത, ആലിംഗനം ചെയ്തതിനാൽ ഏറ്റവും നിർവൃതിയെ പ്രാപിച്ചവരായിട്ട്. കൃച്ഛ്രാച്ഛനൈരപഗതാസ്തദനുസ്മൃത്യുദശ്രവ. കൃച്ഛ്രാദ ശനൈഃ അപഗതാ തദനുസ്മൃത്യുദശ്രവ. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. കൃച്ഛ്രാദ് എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട്, ശനൈ പതുക്കെ മെല്ലെ മെല്ലെ, അപഗത അപഗമിച്ചവരായി, അതായത് ആ സ്ഥലത്ത് നിന്നും മടങ്ങിപ്പോയവരായിട്ട്. തദനുസ്മൃത്യുദശ്രവ, അവരുടെ ആ സ്മൃതി നിമിത്തം തന്നെ, അതായത് തങ്ങളുടെ ഉണ്ണികളെ വാരിയെടുത്തപ്പോൾ ഉള്ളിലുണ്ടായ ആ ഒരു ആനന്ദാനുഭവത്തിൻ്റെ ആ ഒരു സ്മൃതി കൊണ്ട് തന്നെ ഉദശ്രവ, ഉത്ഭവിച്ച
ആ ഒരു സന്തോഷാശ്രുക്കളോട് കൂടിയവരായിട്ട്. അപ്പോൾ കുറച്ചധികം പ്രായം ചെന്ന ആളുകൾ, ഗോപന്മാർ, അവരെല്ലാവരും തന്നെ ഓടി വന്ന് താങ്കളുടെ ഉണ്ണികളെ വാരിയെടുത്ത് മൂർധാവിൽ ചുംബിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രായം ചെന്ന ആളുകൾക്ക് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവിടെ നിന്ന് തിരികെ പോകേണ്ടി വന്നു. മറ്റുള്ളവരൊക്കെ കുറേ നേരം കൂടി അവിടെ നിന്നു എന്നും കൂടി പരോക്ഷമായി മനസ്സിലാക്കാം. അപ്പോൾ ഈ പ്രായമായ ഗോപന്മാരൊക്കെ എന്ത് ചെയ്തു? അവർ ഈ തങ്ങളുടെ ഉണ്ണികളെ ചുംബിച്ചപ്പോൾ കിട്ടിയ ഒരു ആനന്ദലഹരിയുടെ സ്മൃതിയിൽ തന്നെ അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞങ്ങനെ ഒഴുകുകയാണ്. സങ്കടം കൊണ്ടല്ല, ഇവിടെ കോപം കൊണ്ടല്ല, സന്തോഷം കൊണ്ട് ആ ആനന്ദ നിർവൃതിയിൽ അങ്ങനെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. എന്നിട്ട് മെല്ലെ അവരവിടെ നിന്നും തിരിച്ച് മടങ്ങിപ്പോയി. ആ സ്ഥലത്ത് നിന്നും ഒട്ടും മനസ്സില്ലായിരുന്നു അവിടെ നിന്നും മടങ്ങിപ്പോരുവാൻ. പക്ഷേ അധികം നേരം നിൽക്കുവാൻ വയ്യ, ഇത്ര പ്രായമായില്ലേ, തന്നെയല്ല പതിയെ നടന്നിനിയും ഗൃഹം പിടിക്കണമല്ലോ, വീട് പിടിക്കണമല്ലോ എന്ന് കരുതിയിട്ട് അവർ പതിയെ തിരികെ പോന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത പ്രവയസോ ഗോപാസ്തോകാശ്ലേഷസ്സു നിർവൃതാ കൃച്ഛ്രാച്ഛനൈരപഗതാസ്തതനുസ്മൃത്യുദശ്രവ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തതഃ അവിടെ വിസർഗമുണ്ട്. അതുപോലെ രണ്ടാമത്തെയും പാദത്തിൻ്റെ ഒടുവിലായിട്ടും വിസർഗം വരുന്നുണ്ട്. രണ്ടിടത്തും പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ ഗോപാസ്തോക ആശ്ലേഷം സുനിർവൃത, അവിടെ തോക ആശ്ലേഷമാണ്, അകാരം ശ്രദ്ധിക്കുക, നീട്ടിയെടുക്കുക. പിന്നെ കൃച്ഛ്രാച്ഛനൈരപഗത, അവിടെ രണ്ടാമത്തെ പാദം നമ്മൾ പറഞ്ഞു മുഴുവനും തന്നെയും ചേർത്ത് വായിക്കേണ്ടതാണ്. കൃച്ഛ്രാച്ഛനൈരപഗതാസ്തതനുസ്മൃത്യുദശ്രവ, അവിടെ കൃച്ഛ്രാച്ഛനൈരപഗത, അവിടെ രായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക, അപഗത ആണ്. പിന്നെ അനുസ്മൃത്യാണ്, അപ്പോൾ ദായുടെ ആകാരം ശ്രദ്ധിക്കുക, ആകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് സ്മൃത്യുദശ്രവ, സ്മൃതി ഉദശ്രവ ആണ്, ഉകാരവും അവിടെ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 35-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.